ഭാരതത്തിൽ കോപ്പിറൈറ്റ് ആക്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യ നിയമനിർമ്മാണം നടക്കുന്നത് 1914-ലാണ്. അതാകട്ടെ 1911 രൂപീകരിച്ച UK കോപ്പിറൈറ്റ് ആക്ടിനെ ചുവടുപിടിച്ചാണ് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 1957 ജൂൺ 4-നാണ്. 1958 ജനുവരി 21 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു. 1957 രൂപീകരിച്ച ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് യഥാക്രമം 1983, 84, 1992, 94, 99 എന്നീ വർഷങ്ങളിൽ ഭേദഗതിക്ക് പാത്രമായിട്ടുണ്ട്. ബേൺ കൺവെൻഷൻ പാക്ട് ഉണ്ട്. ആ പാക്റ്റിൽ 136 രാജ്യങ്ങൾ ആ പാക്റ്റിൽ ഒപ്പിട്ടിട്ടുണ്ട്. ബേൺ കൺവെൻഷനിൽ ആ പാക്റ്റിൽ ഒപ്പിട്ടിട്ടുള്ള 136 രാഷ്ട്രങ്ങളൊന്ന് ഇന്ത്യയാണ്. ഈ രാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃതിയോ അത് കോപ്പിറൈറ്റ് ഇല്ലാതെ മോഷണം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ അത് എടുത്ത് പകർത്തി അത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സിനിമ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർക്ക് അവിടെ കേസ് ഫയൽ ചെയ്യാനും ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. പഴയ കാലത്തെ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ റൈറ്റ്സ് നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് മേടിക്കുകയും പിന്നീട് അറിയുന്ന നിർമ്മാതാവിന് ഇതിൽ യാതൊരു റൈറ്റും ഇല്ല. അത്തരം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ കോടതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതെ, ടൈറ്റിലുള്ള നിർമ്മാതാവിനെ സമീപിക്കുന്നത് പലപ്പോഴും നമ്മൾ ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ കോപ്പിറൈറ്റ് എന്നുള്ളത് മറ്റേതൊരു സ്വത്തിനെ പോലെ അല്ലെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടിയെ പോലെ കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഉള്ള ഒരു നിർമ്മാതാവിനുള്ള റൈറ്റ് അയാൾക്കത് മറ്റൊരാൾക്ക് പൂർണ്ണമായും വിറ്റ് കൊടുക്കാം. അപ്പോൾ ടൈറ്റിലിൽ ഇപ്പോൾ ഒരാളുടെ പേരാണെങ്കിൽ കൂടെ അയാളത് പൂർണ്ണമായും മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ ടൈറ്റിലിൻ്റെ പേരല്ലാതെ ഇയാൾക്ക് ഈ സിനിമയുടെ മേൽ അവകാശം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളും ഈ വെറും ടൈറ്റിലുള്ള പേര് നോക്കി ഒരു നിർമ്മാതാവിനെ സമീപിക്കുന്നതും പലപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. സെക്ഷൻ 18 ഓഫ് ദ കോപ്പിറൈറ്റ് ആക്ട് 1957 പ്രകാരം ഒരു കോപ്പിറൈറ്റ് ഹോൾഡർക്ക് അല്ലെങ്കിൽ അയാൾ ഓതറൈസ് ചെയ്ത ആൾക്ക് ഈ കോപ്പിറൈറ്റ് അത് ലഭിച്ചിട്ടുള്ള ആ കലാസൃഷ്ടി അതേ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങളോ വേറെ ഒരാൾക്ക് അത് കൈമാറാനുള്ള അവകാശമുണ്ട്. സെക്ഷൻ 19 പ്രകാരം രേഖാമൂലം അനുമതിയില്ലാതെ ഇത്തരം കൈമാറ്റങ്ങൾ അനുവദിക്കുന്നതല്ല. സെക്ഷൻ 21 പറയുന്നത് ഒരു ഓതർക്ക് അയാൾ നൽകിയിട്ടുള്ള റൈറ്റ് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ആ റൈറ്റ് റിലിംഗ്വിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്തരത്തിൽ റിലിംഗ്വിഷ് ചെയ്യണമെങ്കിൽ രേഖാമൂലം രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ്സിന് നമ്മൾ എഴുതി കൊടുക്കണം. ആരാണോ കോപ്പറേറ്റ് ഹോൾഡർ അല്ലെങ്കിൽ ആ എഴുതി കൊടുത്തുള്ള ഓർഡർ ആരാണോ അയാളത് രേഖാമൂലം കോപ്പറേറ്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി പോലെ എഴുതി നൽകണം. ഹിന്ദിയിൽ ഇപ്പോൾ ഈ അടുത്ത് മറ്റേ 3 Idiots എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എതിരെ ചേതൻ ഭഗത്തും ഒക്കെ ആയിട്ട് അതെന്താണ് ഇഷ്യൂ? രചയിതാവിന് ഈ കോപ്പിറൈറ്റ് ഉള്ളതിന് പുറമെ ഓതേഴ്സ് റൈറ്റ് അല്ലെങ്കിൽ മോറൽ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു അവകാശം കൂടെ നമ്മുടെ കോപ്പിറൈറ്റ് നിയമം കൊടുക്കുന്നുണ്ട്. എഴുത്തുകാരൻ്റെ അവകാശം എപ്പോഴും എഴുത്തുകാരനാണ് അത് രചയിതാവ് എന്നുള്ള അവകാശം ഏത് കാലത്തും അയാൾ ആർക്ക് വിറ്റാലും എങ്ങനെ വിറ്റാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ കൈമാറിയാലും ആ അവകാശം നിലനിൽക്കും. ഇതാണ് ഈ 3 Idiotsൻ്റെ കാര്യത്തിൽ നടന്നത്. 3 Idiots എന്ന് പറഞ്ഞ സിനിമ ചേതൻ ഭഗത്തിൻ്റെ 5.1 എന്ന് പറഞ്ഞ ഒരു നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതായിരുന്നു. ഇതിനുള്ള അവകാശം ഇതിൻ്റെ നിർമ്മാതാവായ വിധു വിനോദ് ചോപ്ര ചേതൻ ഭഗത്തിൽ നിന്നൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തക്കതായ പ്രതിഫലം കൊടുത്ത് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോവൽ സിനിമയാകുമ്പോൾ പലവിധ രൂപമാറ്റങ്ങൾ സംഭവിക്കും. കാരണം ഒരു നോവൽ അതേ രീതിയിൽ സിനിമയാക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമാകില്ല. ആ രീതിയിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനുള്ള അത്യാവശ്യമായ കഥയിലുള്ള മാറ്റങ്ങൾ വരുത്തി സിനിമയാക്കി. സിനിമയുടെ ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ കഥയുടെ ക്രെഡിറ്റ് ചേതൻ ഭഗത്തിനായിരുന്നില്ല, മറ്റ് 2 പേർക്കായിരുന്നു. അതേസമയം ചേതൻ ഭഗത്തും ഈ വിധു വിനോദ് ചോപ്രയായി ഉണ്ടാക്കിയ അഗ്രിമെൻ്റ് പ്രകാരം ഈ സിനിമയുടെ ടൈറ്റിലിൽ ബേസ്ഡ് ഓൺ ദ നോവൽ 5.1 ബൈ ചേതൻ ഭഗത്ത് എന്ന് പരാമർശിക്കണം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ഈ ആദ്യ ഭാഗത്ത് ഈ ക്രെഡിറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും അവസാനം ഉള്ള സ്ക്രോളിംഗ് ക്രെഡിറ്റിൽ വളരെ ചെറിയ അക്ഷരത്തിൽ ബേസ്ഡ് ഓൺ ദ നോവൽ 5.1 എന്ന് പറഞ്ഞ് പരാമർശിക്കേണ്ടത്. നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ കരാറിലുള്ള വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചേതൻ ഭഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൃത്യമായി എവിടെ ഏത് രൂപത്തിൽ ക്രെഡിറ്റിൽ ഇത് കാണിക്കണം എന്നുള്ളത് അഗ്രിമെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് നിയമപരമായ നടപടികളിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് നീങ്ങാൻ പറ്റിയില്ല. സിനിമയെ ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോഴും വളരെ കൃത്യമായി നമ്മുടെ അവകാശങ്ങളെ, രചയിതാവിനായാലും നിർമ്മാതാവായാലും തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി കൃത്യമായി ബോധ്യമുണ്ടായിരിക്കുകയും അത് ഏതൊക്കെ അവകാശങ്ങളാണ് നമ്മൾ കൈമാറുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ അവകാശങ്ങളാണ് നമുക്ക് അവകാശപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധ്യം അതിനനുസരിച്ച് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.